ഗായ്സ്, അപ്പം തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം ഞാൻ ഇന്നത്തെ ഇൻട്രോ എടുക്കുന്നത് വീഡിയോൻ്റെ അവസാനമാണ് കേട്ടോ. കാരണം തുടക്കം എനിക്ക് ഇൻട്രോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം അടുക്കളയിൽ കയറാൻ കുറച്ച് നേരം വൈകി. അപ്പം ഞാൻ എന്താക്കി, ഇൻട്രോ എടുക്കാൻ നിന്നില്ല. അടുക്കള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇൻട്രോ ലാസ്റ്റ് എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ നോമ്പുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ചെറിയ പെങ്ങൾ വന്നിട്ടുണ്ട്, ഓള് എറണാകുളത്ത് പഠിക്കാൻ, ഓള് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പാടെ ഞങ്ങൾ മൂന്നാൾ, ഞാനും ഉമ്മയും ഓളും, ഞങ്ങൾ മൂന്നാളും പാടുള്ളൊരു നോമ്പ് തുറക്കൽ. ഓളി നോമ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. അവിടെ ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടില്ല, ഇപ്പോൾ സ്റ്റഡി ലീവ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ അങ്ങനെ വേഗം 2 ദിവസം മുമ്പേ ഓൾ അവിടെ നിന്ന് ചാടി, കാരണം അവിടെ നിന്ന് നോമ്പ് തുറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഒക്കെ ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഇൻട്രോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെതായിട്ട് വർത്താനം വരുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം കണ്ടിട്ട് വരി, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഗായ്സ്, ഇതാ കട്ട്ലേറ്റിൻ്റെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബ്രെഡ് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, മുട്ടയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് പരത്താൻ പോവാണ്. ഒഴിവാക്കിയില്ല. ചിക്കൻ കറി ഗായ്സ്, പുട്ടും ചിക്കൻ കറിയാണ്. എന്ത് ഏടാ പാഞ്ഞ കയറുന്നത്? നോർമൽ പൈപ്പ് കുടിവെള്ളം, അത് മറ്റേ വെയില് ചൂടായിട്ട് ഒരു വലിയ പാത്രം ഇട്ടാ ഞാൻ പറഞ്ഞത്. നല്ലോണം ഇളക്കി കുറച്ച് വലിപ്പമുള്ള പാത്രം വേണം. ഇനി വെക്കണ്ടേ? കുറച്ചുകൂടെ വേണ്ടേ? ആ കുറച്ചുകൂടെ വേണ്ടേ? ലൂസായിട്ട് ഇങ്ങനെ ഒയ്യുന്ന രീതിയിലാണ് മാവ് ആക്കുന്നവര്. മുക്കി പൊരിക്കാനാ ലേശം കൂടി വേണ്ടി വരും. മതി, അത്രയൊന്നും വേണ്ടി. അതുണ്ടാവും, അത്ര മുട്ടക്ക് ഉണ്ടാവില്ല. 10 ഉണ്ടാവും. ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കുന്നല്ലേ ഉള്ളൂ. എന്നാലും കോട്ടിങ് വേണ്ടേ? ഇത് പൊരിക്കുന്നല്ലേ, കുറച്ച് കട്ടിക്ക് ഉണ്ടാവൂല. ഭയങ്കര സ്ലോ മോഷൻ. അതന്ന് ഓരോ വരുമ്പോ കൊണ്ടുവന്നല്ലേ, അത് ഉണങ്ങി പോകാൻ. നാളെ പൂശാലൊക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ മേലെ മുറിച്ചോ അത്? അല്ല, ഇത് സുർക്കാന്ന് വാങ്ങീനല്ലോ. ഇതെന്തോ മുട്ട കൊണ്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. എന്താന്ന് എനിക്ക് തിരിഞ്ഞിക്കില്ല. യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട്. ഇത് മുട്ട ബജിയാ? ഇങ്ങനെ മുട്ട ബജി ഉണ്ടാവോ? എനിക്ക് അപ്പാടുള്ള മാത്രമേ അറിയുള്ളൂ, വെറുതെ മുക്കി പൊരിക്കൂലേ. പക്ഷെ മാവ് ഇങ്ങനെയല്ലോ, ഇങ്ങനെ തന്നെയാ. രണ്ടെണ്ണ ചിട്ടാതി ഫുഡ് കഴിക്കുന്നില്ല.
അപ്പോൾ ഗായ്സ് ഇതാ നമ്മുടെ മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കെടുത്ത് ഫ്രീസറിലേക്ക് വെക്കാം നല്ലോണം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് വേറൊരു സാധനം ഉണ്ട്. ഇത് ബ്രെഡ് പുഡിംഗ് ആണ്. ഇതിപ്പോൾ നല്ല കല്ല് പോലെ ആയിട്ടുണ്ട്. കാരണം ഫ്രീസറിലല്ലേ, ഉള്ളു നല്ല സോഫ്റ്റാണ്, മേലെ ഇങ്ങനെ കല്ല് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് കഴിക്കുന്ന നേരത്തെ എടുത്ത് വേണം പുറത്ത് വെക്കാൻ. വല്ലാണ്ട് ഇത് ഫ്രിഡ്ജിൽ നിന്ന് ആവി വരുന്നുണ്ട്. അപ്പോൾ ഇത് അടച്ചു വെക്കട്ടെ. എന്താ മനസ്സിലായോ? ഫോണൊക്കെ എടുത്ത് മാറ്റാനായി, തീരെ ക്ലിയർ ഇല്ല. പൊടിയാണ്ട് കിട്ടിയോ? ഒക്കെ പൊടിയായില്ലേ? അപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. ഏതില് ഞാൻ ഒന്നും ഇട്ടിക്കില്ല, ഞാൻ അങ്ങനെയാ വെച്ചത്. നിങ്ങളേലും ഇട്ടീനു കേട്ടോ, അതിൽ പിന്നെ ഇട്ടോ. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ തിന്നാ കേട്ടോ. മുട്ടേനുള്ളിൽ തിന്നോക്ക്. ഇതില്ലേ ചമ്മന്തി കൂട്ടി മുട്ടൊന്നും പോലെ നമ്മള് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കൂല, കൂട്ടി മുട്ടൊന്നും പോലെ രസമുണ്ട്. നല്ല എരിവുള്ളൂ. വെറുതെ കുതിരിക്കുന്നു. അവർക്ക് ഷോക്ക് വെച്ചതാ കണ്ടിട്ട്. ചായ ചൂടാ മുട്ടയാ എരിവ് നല്ല ഉണ്ട്. കുറച്ച് വേക്കോട്ട് ഇറങ്ങിയിരുന്നാണ് ചായ കുടിച്ച കുട്ടികൾ തിന്നാണ്ട് ഇങ്ങനെ എന്താ ചോറിയുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. എന്താ ചോദിക്കുന്നേ? എന്താ അതല്ല ചോദിച്ചാ, പിന്നെ ഇനി കൊടുത്ത പിന്നെ സങ്കടപ്പെടുത്തണ്ടല്ലോ വെച്ചിട്ട്. രസല്ല. ചായ കൊണ്ട് കളിക്കില്ല അയ്യേ. അപ്പോൾ ഗായ്സ് നോമ്പ് തുറക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒക്കെ ഫ്രീ ആയി. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടതാ കേട്ടോ. കാരണം ഒക്കെ അങ്ങനെ ഇട്ട് പോയതേനിതാ ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലമൊക്കെ ഒന്ന് ഞാൻ തുടച്ചിട്ട്, കാരണം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ഒക്കെ വെള്ളമൊക്കെ വേണ്ടിയിട്ട് ഞാൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ പാത്രമൊക്കെ കഴുകിയ സമയത്ത് നിലമൊന്ന് തുടച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പാത്രമൊക്കെ കഴിയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വേണ്ടി നോമ്പ് തുറക്കുമ്പോൾ ലേശം നിലത്ത് അത് ഇതൊക്കെ ആയിരിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കയറ്റിയിട്ട് രണ്ടാമത് പിന്നെയും തുടച്ചിട്ട് വെള്ളമല്ല ഇതുകൊണ്ട് ഇതാകുന്നതിന് ഒന്നും കൂടി തുടച്ചിട്ട്, അപ്പോൾ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ നോമ്പ് തുറന്നപാട് ഞങ്ങൾ പാത്രം ഒന്നും കഴുകൂല, അതിനകത്ത് അവിടെ ഇട്ട് വെച്ചിട്ട് വാഷ് ബേസിനകത്ത് അവിടെ ഇട്ട് വെച്ചിട്ട് പോകുന്നത്. നിസ്കാരം കഴിഞ്ഞ് വന്ന് സമാധാനത്തിൽ അങ്ങനെ ഇതാക്കാറ്. അപ്പോൾ കടിയൊന്നും ഇവിടുന്ന് എടുത്ത് വെച്ചിട്ടില്ല, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കാരണം നോമ്പ് തുറക്കുമ്പോൾ രണ്ടെണ്ണമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം അവിടെ കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ വിശക്കും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയ്ക്ക് വരും, ഓരോന്നെടുക്കും പോകും, അങ്ങനെ തിന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചതിന് മക്കൾക്കായാലും അതിന് എടുത്ത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാട്ടോ. അപ്പോൾ ഇതുണ്ടോ പുട്ടുംകുറ്റിയിൽ പുട്ട് പാൻ കൊടുക്കാൻ സമയപ്പോൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ നിന്ന് കുക്കറിൽ വെക്കുന്ന കേട്ടോ അത്. അപ്പോൾ കുക്കർ വേഗം ഇറക്കിയിട്ട് ഒക്കെ ഇതാക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതവിടെ വെച്ചപ്പോൾ ഒരു കുറ്റിയും കൂടി വേവിക്കാനുണ്ട്, അതും കൂടി വേവിക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ചെറിയൊരു വീഡിയോ പോലെ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ. അയിന അതാ വിളിയേക്കുന്നത്. അയിന പാട്ടേക്ക് കണ്ടേ അയിന